HRDS എന്ന സംഘടന ഏറെക്കാലം കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന, കേരളത്തിൽ വലിയ ചർച്ചയായ സംഘടനയാണ് HRDS. പ്രേക്ഷകർക്ക് ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാകും. ചില കാര്യങ്ങൾ പറയുമ്പോൾ ഓർമ്മ വരും. പാലക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് വീട് നിർമ്മിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് വലിയ തട്ടിപ്പ് നടത്തി എന്ന ആരോപണം കേട്ട സംഘടനയാണ്. അത് കേസായി. അതിൻ്റെ സ്ഥാപകരിൽ ചിലർ അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്തത് നാം കണ്ടതാണ്. അപ്പോഴും ഓർമ്മയിൽ വന്നിട്ടുണ്ടാകില്ല. എന്നാൽ മറ്റു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. സ്വപ്ന സുരേഷിനെ ജോലി കൊടുത്ത സ്ഥാപനം. ഈ സ്ഥാപനത്തിൻ്റെ വരാന്തയിൽ ഇരുന്നാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യകാലത്ത് സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് സ്വപ്ന സുരേഷ്. അന്ന് മാധ്യമങ്ങൾ നൽകിയ കവറേജ് മാധ്യമ ചരിത്രത്തിൽ ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത ഒന്നായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ആ രൂപത്തിൽ തന്നെ മാധ്യമ വിദ്യാർത്ഥികൾ ഭാവിയിൽ അത് പഠിക്കും. അത്രമാത്രം വൃത്തികെട്ട രൂപത്തിലാണ് മാധ്യമങ്ങൾ അന്ന് സ്വപ്ന സുരേഷിൻ്റെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് പിടികിട്ടിയിട്ടുണ്ടാകും ഏതാണ് HRDS എന്ന സംഘടന. RSSന്റെ പോഷക സംഘടനയാണ്. സംഘപരിവാറിനോടൊപ്പം നിൽക്കുന്ന സംഘടനയാണ്. സംഘപരിവാറിൻ്റെയും BJPയുടെയും സർക്കാരിൻ്റെയും ഒക്കെ CSR ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ചില സ്ഥലങ്ങളിൽ തട്ടിപ്പ് നടത്തിയതായി ആരോപണം ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഈ സംഘടനയ്ക്ക് എതിരെ കേരളത്തിൽ കേസുമുണ്ട്. ഇതാണ് HRDS. ഈ HRDS ആണ് ഇപ്പോൾ ശശി തരൂരിന് അവാർഡ് നൽകാൻ തീരുമാനിച്ചത്. ശശി തരൂരിന് അവാർഡ് നൽകാൻ തീരുമാനിച്ചു. ഏത് അവാർഡാണ്? വീർ സർവർക്കർ അവാർഡാണ്. ആലോചിച്ച് നോക്കണം. നൽകുന്നത് കോൺഗ്രസ് നേതാവായ, കോൺഗ്രസിന്റെ MP ആയ, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂരിനാണ്. ശശി തരൂർ അവാർഡ് വാങ്ങിക്കുന്നില്ല. എന്നോട് ചോദിക്കാതെയാണ് എൻ്റെ പേര് പ്രഖ്യാപിച്ചത് എന്നാണ് ശശി തരൂർ ഇപ്പോൾ പറയുന്നത്. എന്നാൽ HRDS ഭാരവാഹികൾ പറയുന്നത് അങ്ങനെയല്ല. ജൂറി കമ്മിറ്റി ചെയർമാൻ നേരത്തെ തന്നെ ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം അവാർഡ് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു എന്നും. പിന്നീട് അവാർഡ് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇത് വലിയ വാർത്തയായി, കേരളത്തിൽ ചർച്ചയായി. കോൺഗ്രസ് അവാർഡിന് എതിരെ രംഗത്ത് വന്നു. ശശി തരൂർ അവാർഡ് സ്വീകരിക്കാൻ പാടില്ല എന്ന് AICC തന്നെ പരസ്യമായി പറഞ്ഞു. ഈ ഘട്ടത്തിൽ ശശി തരൂർ പുറകോട്ട് പോയിട്ടുണ്ട്. അവാർഡ് സ്വീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യം ശശി തരൂർ അവാർഡ് സ്വീകരിക്കാം എന്ന് പറഞ്ഞിരുന്നു. ചെറിയ പ്രശ്നമല്ല. പിന്നീട് വിവാദമായതിനെ തുടർന്നാണ് അദ്ദേഹം പിറകോട്ട് പോയത്. എന്ന് വെച്ചാൽ ശശി തരൂർ കഴിഞ്ഞ കുറെ കാലമായി BJPക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നുണ്ട്. സംഘപരിവാറിന് അനുകൂലമായ നിലപാടെടുക്കുന്നുണ്ട്. എവിടെയൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്തുതിക്കാൻ കഴിയുമോ അവിടെയൊക്കെ അദ്ദേഹം അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വളരെ വൃത്തിയായി അത് ദേശീയ തലത്തിൽ തന്നെ വാർത്തയായി വരുന്നുമുണ്ട്. എന്താണോ BJP ഉദ്ദേശിക്കുന്നത് ശശി തരൂരിലൂടെ, അത് കൃത്യമായും ശശി തരൂർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് BJP ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ മോദിയെ സ്തുതിക്കുന്നതിന് എതിരെ കോൺഗ്രസിൽ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. പരസ്യമായി തന്നെ ദേശീയ വക്താക്കൾ രംഗത്ത് വന്ന് ശശി തരൂരിനെതിരെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നടപടി എടുക്കുന്നില്ല. എന്തുകൊണ്ട്? ഈ ചോദ്യമാണ് ഉയർന്നത്. ശശി തരൂരിനെ പോലെ അടുത്ത കാലത്ത് കോൺഗ്രസിലേക്ക് വരികയും MP ആവുകയും ഒക്കെ ചെയ്ത ആൾക്കെതിരെ പോലും നടപടിയെടുക്കാൻ കഴിയാത്ത രൂപത്തിൽ കോൺഗ്രസ് ദുർബലമായി. ശക്തമായ നിലപാടെടുത്ത് നടപടിയെടുത്ത് മുന്നോട്ട് പോകേണ്ടതല്ലേ കോൺഗ്രസ്? എന്തുകൊണ്ട് പോകുന്നില്ല എന്ന ചോദ്യം കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെ ഉയരുന്നുണ്ട്. അപ്പോൾ എല്ലാം തൊഴുത് ഒന്നും പറയാതെ തിരിച്ചു പോവുകയാണ് നേതാക്കൾ ചെയ്യുന്നത്. അതാണ് നാം കാണുന്നത്. ഇവിടെ ചോദിച്ചാൽ പറയും അവിടെയാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന്, അവിടെ ചോദിച്ചാൽ പറയും ഇവിടെയാണ് തീരുമാനമെടുക്കേണ്ടത്. ഇവിടെ നിന്ന് എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് അത് സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല എന്ന് പറയും. അങ്ങനെ ഹൈക്കമാൻഡും KPCCയും ഉരുണ്ട് കളിക്കുന്ന കാഴ്ച കാണുന്നു. എന്തുകൊണ്ട് ശശി തരൂരിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നത്. അതിന് മറുപടി പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ശശി തരൂർ അവാർഡ് വാങ്ങിക്കാതെ പുറകോട്ട് പോയത്? പ്രധാനപ്പെട്ട വിഷയമാണ്. ശശി തരൂർ മോദിയെ സ്തുതിച്ച് വികസനത്തെക്കുറിച്ച് പറഞ്ഞ് അതിൻ്റെ പേരിൽ ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാൽ
അതിൻ്റെ ഗുണം ശശി തരൂരിനാണ്. എന്നാൽ ഇപ്പോൾ ഈ പ്രശ്നത്തിൽ സർവർക്കറിൻ്റെ അവാർഡ് വാങ്ങിച്ച് കോൺഗ്രസിൽ നിന്ന് ശശി തരൂരിനെ പുറത്താക്കിയാൽ അത് ശശി തരൂരിന് തിരിച്ചടിയാകും. കാരണം ഇന്നലെ വരെ ശശി തരൂർ പറഞ്ഞത് എന്താണോ അതെല്ലാം വിഴുങ്ങി എന്ന ആരോപണത്തിന് വിധേയമാകും. അത് ശശി തരൂരിന് വലിയ ക്ഷീണമാകും. അത് മനസ്സിലാക്കിയാണ് ഈ അവാർഡ് വഹിക്കുന്നതിൽ നിന്ന് പിറകോട്ട് പോകാൻ ശശി തരൂർ തയ്യാറായത് എന്നതാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരം. അതോടൊപ്പം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പരിപാടിയിൽ പങ്കെടുക്കുമെന്നും അവാർഡ് വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചത്. എന്നാൽ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. HRDS എന്ന സംഘടനയുടെ ചില കാര്യങ്ങൾ അത്ര സുതാര്യമല്ല, അവർക്കെതിരെ ചില ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് രാജ്നാഥ് സിംഗ് അവാർഡ് നൽകുന്നതിൽ നിന്ന് പിന്മാറിയത്. അതും കൂടി കണക്കെടുത്താണ് ഇപ്പോൾ ശശി തരൂർ പിൻവാങ്ങിയത്. രാജ്നാഥ് സിംഗ് പങ്കെടുക്കുന്നില്ല, അതുകൊണ്ട് ഞാനും പങ്കെടുക്കുന്നില്ല എന്ന നിലപാടിലേക്ക് എത്തിയത്. എന്ന് വെച്ചാൽ അവാർഡ് നൽകിയതിലോ അവാർഡ് സ്വീകരിക്കുന്നതിലോ ശശി തരൂരിന് യാതൊരു എതിർപ്പുമില്ല. ഒന്ന് രാജ്നാഥ് സിംഗ് പങ്കെടുക്കുന്നില്ല എന്നതും മറ്റൊന്ന് HRDS എന്ന സംഘടനയ്ക്ക് ഉള്ള കളങ്കവും ആ സംഘടനയ്ക്ക് എതിരെ ഉയർന്നു വന്ന ആരോപണവും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ശശി തരൂരിനെ പിന്തിരിപ്പിച്ചത് എന്നത് ഒരു വസ്തുതയാണ്. ഇവിടെ ചോദ്യം അതല്ല, എന്നിട്ടും എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല ശശി തരൂരിന് എതിരെ? അന്ന് സ്വപ്ന സുരേഷിനെ ഇറക്കി വലിയ കളികൾ കളിക്കാനാണ് HRDSനെ മുന്നിൽ നിർത്തി RSSും സംഘപരിവാറും ശ്രമിച്ചത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യകാലത്ത്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് അതേ കളി ഏറ്റെടുക്കുകയാണ് HRDS ചെയ്യുന്നത്. അതിന് ശശി തരൂരിനെ ഉപയോഗിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അതും ഫലപ്രദമായില്ല എന്ന് വേണം കരുതാൻ. ഭാവിയിൽ അടുത്ത ദിവസങ്ങളിൽ മറ്റു ചില കളികൾ കൂടി നടക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്.